ഗഫൂറിക്കയ്ക്ക് നാട്ടുകാർ കൊടുത്തൊരു സർപ്രൈസിന്റെ വിശേഷത്തിലേക്കാണ്. 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഗഫൂറിക്ക ഞെട്ടി. നാട്ടുകാരെല്ലാവരും ഒരു KSRTC ബസ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുകയാണ് ഗഫൂറിക്കയെ കൂട്ടിക്കൊണ്ടുപോകാൻ. നാട്ടിലെത്തിയപ്പോൾ മൈക്ക് അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാർ ഇങ്ങനെ ചെയ്തതിന് പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. എന്തൊരു വരവേൽപ്പാണല്ലേ! എത്ര പ്രവാസികൾക്ക് ഇതിനുള്ള ഭാഗ്യം ലഭിക്കുന്നു കൂടി നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഗഫൂറിക്കയെ ഇങ്ങനെ വരവേൽക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. മരുതൻചിറയിൽ നിന്ന് ഒരു കാലത്ത് ഗൾഫിലെത്തിയ ഭൂരിഭാഗം പേരും ഗഫൂറിക്കയുടെ സഹായത്തോടെ അവിടെ എത്തിയവരായിരുന്നു. അതൊക്കെയാണ് ഇതിനുള്ളൊരു സ്നേഹത്തിന്റെ കാരണവും. കൂടുതൽ വിശേഷം പറയാൻ അരുൺ അമൃതനാഥ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, എത്രയോ കുടുംബങ്ങൾക്ക് തുണയായ ഒരാളാണ് ഗഫൂറിക്ക. ആ സ്നേഹമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അല്ലേ? സന്ധ്യ, നമ്മൾ ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുമ്പോൾ ഈ നാടിനോടുള്ള ആ ഒരു ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ, ഈ ഒരു ബോർഡോ പേരോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നാടിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തും. അത് വല്ലാത്തൊരു മാനസികമായ ഒരു വേദനയും ഒക്കെ ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അങ്ങനത്തെ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലം മുഴുവൻ പ്രവാസിയായി 51 വർഷം വിദേശത്ത് ജീവിതം നയിച്ച് മടങ്ങിയെത്തുന്ന ഗഫൂർക്കയെ സ്വീകരിക്കാൻ ഒരു നാട് മുഴുവൻ ഒന്നാകെ അങ്ങ് എത്തുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ ഗഫൂർക്ക നാടിന് എത്രത്തോളം പ്രിയങ്കരനായിരിക്കും എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ മാത്രം മതി അറിയാൻ. കാരണം അത് നാടിൻ്റെ ഗഫൂർക്ക ദോസ്ത് തന്നെയായിരുന്നു. പല യുവാക്കളെയും ഒക്കെ ഇത്തരത്തിൽ ഗൾഫിലേക്ക് ജോലിക്കായൊക്കെ ചിലവ് വഹിച്ചുകൊണ്ട് ഗഫൂർക്ക കൊണ്ടുപോയിട്ടുണ്ട്. അതിനുള്ള ഒരു സ്നേഹം കൂടിയാണ് ഗഫൂർക്കയ്ക്ക് നാട്ടുകാർ നൽകിയത്. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അന്ന് ആ സമയത്ത് ഉണ്ടായവരൊക്കെ ഒന്ന് അമ്പരന്ന് പോയിട്ടുണ്ടാവും. ഫുൾ വാദ്യമേളങ്ങളുടെയൊക്കെ ഡ്രംസിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടി വലിയൊരു KSRTC ബസ് വാടകയ്ക്ക് എടുത്ത് KSRTC ബസ്സിൽ നാട്ടുകാർ മുഴുവനുണ്ട്. ബന്ധുക്കളും കുടുംബങ്ങളും ആ പ്രദേശത്തെ ആളുകൾ മൊത്തം KSRTC ബസ്സിൽ വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ മാറാക്കര മരുതൻചിറയിലെ നാട്ടിലേക്ക് പോകുന്നത്. അവിടെ എത്തി നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ വരവേൽക്കുന്നുണ്ട്. അദ്ദേഹം വാക്കുകൾക്കും അപ്പുറം അദ്ദേഹത്തിന് പറയാൻ തന്നെ സാധിക്കുന്നില്ല. എങ്ങനെ ഒരു നാടിനോട് നന്ദി പറയണം, നാട് തന്നെ നന്ദി അറിയിക്കുക, സ്നേഹം കാണിക്കുക. അതേ സ്നേഹം വാക്കുകളിൽ പോലും വിശേഷിപ്പിക്കാൻ പറ്റാത്തതിലും അപ്പുറമായിരുന്നു ഗഫൂർക്കയ്ക്ക്. എന്തായാലും അത് നല്ല കാഴ്ച തന്നെയാണല്ലേ. ഇത്തരത്തിൽ നമ്മുടെയൊക്കെ ഒരു ഐക്യവും സ്നേഹവും ഒരു ആളുകളുമായുള്ള ബന്ധമൊക്കെ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കുന്നു. വിദേശത്ത് വിമാനം കയറി പോകുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാകും നാടും നാട്ടുകാരും ഒക്കെ. അതിൻ്റെ ഒരു റിയൽ ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ ഈ മലപ്പുറത്ത് നിന്ന് കണ്ടത്. റിയൽ ഗഫൂർക്ക ദോസ്തിനെയും കൂടി നമ്മൾ കാണുകയാണ്. സന്ധ്യ, തീർച്ചയായും അരുൺ, അത് തന്നെയാണ്. എത്ര പേർക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, എത്ര പേർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടണം എന്നില്ല അല്ലേ?